താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലെ നാടകീയ സംഭവങ്ങൾക്കും രാജ്യവിവാദങ്ങൾക്കും പിന്നാലെ വീണ്ടും കുറിപ്പുമായി ശ്വേതാ മേനോൻ എത്തി. തന്റെ യുദ്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണെന്നും താൻ ഉള്ളിടത്തോളം കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരില്ലെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. അക്കാര്യം ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. സംഘടനയിലെ ചിലരെ മുൻനിർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതർ എന്ന തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചു. അവർക്കെതിരായ തന്റെ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇരകളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് മാധ്യമ ശ്രദ്ധ നേടാനോ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടിയായിരുന്നില്ല എന്നും ശ്വേത പറയുന്നു. ചിലരുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുപടി പറയുന്നതിനു പകരം വ്യക്തി അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നും ശ്വേത ആരോപിച്ചു. BJP ആഭിമുഖ്യം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്കും ശ്വേത മേനോൻ മറുപടി നൽകി. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ തനിക്ക് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വരുന്നു എന്ന ആരോപണത്തിന്റെ യുക്തി എന്താണെന്നാണ് ശ്വേത മേനോൻ ചോദിക്കുന്നത്. ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരിയാണെങ്കിൽ അത് മറച്ചുവെക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ തുറന്നു പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഇല്ല. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ CPIM, കോൺഗ്രസ്, BJP ആഭിമുഖ്യമുള്ള നിരവധി അംഗങ്ങളുണ്ട്. അവരിൽ ഒരാളും ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ചിലർ മാത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം വീണ്ടും വ്യക്തമായി പറയട്ടെ, അമ്മയിൽ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്കെതിരെ തുടർച്ചയായി അപവാദം പ്രചരിപ്പിക്കുന്നവരോട് എന്റെ അഭ്യർത്ഥനയെന്നും ശ്വേതാ മേനോൻ കുറിച്ചു. ഭയപ്പെടുകയോ കീഴ്പ്പെടുകയോ പിന്മാറുകയോ ഇല്ല, സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുമെന്നും ശ്വേത പറയുന്നു. ഉറപ്പാണ്. ബിക്കോസ് ഭയങ്കര കുട്ടിത്തുണ്ടായിരുന്നു. ഭയങ്കര മെച്ചോറിറ്റി വന്നിട്ടുണ്ട്. ഐ നോ അന്നത്തെയും നമ്മളിപ്പോ സംസാരിക്കുമ്പോ, ബിക്കോസ് അന്ന് ഐ തിങ്ക് ആ ഒരു പ്രൊട്ടക്റ്റഡ് ഫാമിലിന്ന് മൂപ്പര് സഡൻലി സിനിമയിൽ വരലും, പിന്നെ ആ ഒരു ഒന്ന് ഈ ആൾക്കാരെ കാണലും അങ്ങനെയൊക്കെ. പിന്നെ മൂപ്പര് ഈ തെലുങ്കിൽ പോയി, അതൊക്കെ പിന്നെ എക്സ്പോഷർ കുറച്ചും കൂടി കിട്ടി he has become what he is today. Otherwise I don't think അന്നത്തെ ശ്രീജിത്ത് I don't like എനിക്ക് തോന്നുന്നു മൂപ്പർക്ക് ആ എക്സ്പോഷർ ഇല്ലെങ്കിൽ he would have been a very complicated man. ആണല്ലേ? Yeah. പക്ഷേ ശ്വേത പറഞ്ഞ കുട്ടിത്തം is the reason maybe ഞാൻ പക്വമായിട്ടുള്ള കാസ്റ്റിംഗിലേക്ക് എന്നെ ഇടാനായിട്ടുള്ള കാരണം. അതിനകത്ത് അതും അങ്ങനെയാണ്. 2-3 ആൾക്കാരുണ്ടായിരുന്നു മറ്റേ ഈ പപ്പുവിന്റെ ആരാ ചെയ്യാന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ മൂപ്പരുടെ ഈ തീരുമാനങ്ങൾ. ഇപ്പൊ ഞാൻ ഇന്ന് ശ്രീജിത്തിന് ഒരു ഇതില്ല, ഇതൊക്കെ മേലെ വേറെ ഏതെങ്കിലും റോള് കൊടുത്താലും മൂപ്പർക്ക് അങ്ങനെ ആലോചിക്കണ്ട. ഹി നോസ് ഇത് സിനിമയാണ്, നമുക്ക് എങ്ങനെയാണ് ചേട്ടൻ. അന്ന് ഇവര് ഫുൾ ഫാമിലി ചർച്ച നടന്ന് ആണ് മൂപ്പര് തീരുമാനിച്ചിട്ടുണ്ട് ചെയ്യണോ ചെയ്യണ്ടോ. അവര് ഈ ജനറേഷൻ വൈസ് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിച്ച പോലെ അല്ല സിനിമ ഉണ്ടായത്. എല്ലാവർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇവനെ ഭയങ്കര ഫുൾ കൺഫ്യൂസ് ആക്കിണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആ കൺഫ്യൂഷൻ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം. ഓവർ ടു റിയൽ പപ്പു. ഓക്കെ, ഹലോ ശബ്ദം താഴ്ത്ത്. ഞാൻ ഇത്ര നേരം ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അത് തന്നെയല്ലേ പറഞ്ഞത്, ഉടുപ്പിക്കുന്ന പോലെ കാണിച്ചാൽ മതി എന്ന്. കൊറേ നേരം ഞാൻ പറയുന്നത് നീന്നൊക്കെ വീട്ടിൽ വിളിച്ചാൽ മതി. ഞാനാരാന്നറിയോ? എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സോറി, ഇനി പറ്റത്തില്ല. ഒരു 100,000 തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത്. ഡീസൻസി എന്താണെന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. ഡീസൻസി എന്താണെന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. നിങ്ങൾ ഉച്ചരിക്കരുത്. അന്നത്തെ ആ പപ്പു ആണോ ഇന്നിപ്പോഴത്തെ? ഭയങ്കര പ്രാങ്ക് ആയല്ലോ അത്.
ശരിക്കും ഭയങ്കര പ്രാങ്ക് ആയിരുന്നു. ഞാൻ അവസാനം ഇത് അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയി. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത് പ്രാങ്ക് ആണെന്ന് തന്നെ. ഇതൊരു ശ്രീജിത്ത് അറിഞ്ഞിരുന്നോണ്ട് വൈഫിനെ കൊച്ചി കൊടുത്ത ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. അല്ല ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ശ്രീജിത്ത് ഒന്നല്ല, റിയൽ ശ്രീജിത്ത് മീൻസ് അന്ധശ്രീജിത്ത്. ശരിക്കും അന്നത്തെ ആ ഒരു ഒന്നും അറിയാത്ത എട്ടും പൊട്ടും അറിയാത്ത ഒരു പയ്യൻ ഇന്നിപ്പോ എല്ലാം 8 പൊട്ടും 10 എല്ലാം പഠിച്ചു വെച്ച ഒരു പയ്യൻ. ഇവന് രതിനിർവചനം ഇവന്റെ കുറെ കോളേജ് ഫ്രണ്ട്സ് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഫോണിനോട് ഫോൺ ഇങ്ങനെ എന്താ എല്ലാവർക്കും അറിയണം വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പൊ ഇവനോട് ഞാൻ പറയും എടാ നീ എന്തെങ്ങനെ. സോ മൈ തിങ് വാസ് ഐ ആം ലൈക്ക് ദിസ് രതി ചേച്ചി ഇൻ ഓൺ സ്ക്രീൻ, ബാക്കി ഒരു പ്രൊട്ടക്റ്റഡ് ചേച്ചി ഇങ്ങനെ. എല്ലാത്തിനും എവരിബഡി വാസ് ക്യൂരിയസ്. ഞാൻ അതാ പറഞ്ഞത്, ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സിനിമ റിലീസ് ചെയ്തപ്പോ ആൾക്കാർ വിചാരിച്ച് അവരെന്തൊക്കെയോ വിചാരിച്ചു, പ്രതീക്ഷിച്ചു. ആരും ഞാൻ എപ്പോഴും പറഞ്ഞു ഇറ്റ്സ് രാജീവ് ഏട്ടന്റെ പടം. അതായത് രാജീവ് ഏട്ടന്റെ ഒരു രതി നിർവേദമാണ്. രതി ചേച്ചിയും പപ്പും. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ശ്രീജിത്ത് ഓർ ശ്വേതാ മേനോൻ. അതാണ് ഏറ്റവും. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൂവി, നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് റീമേക്സ് കിട്ടി. അവളുടെ രാവുകൾ എല്ലാം അനൗൺസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ കുറെ പടങ്ങള്. And I never wanted to do it because എനിക്ക് റീമേക്ക് ഐ എം നോട്ട് എ റീമേക്ക് ആർട്ടിസ്റ്റ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ കുറെ അങ്ങനത്തെ കുറെ ഓഫേഴ്സ് വന്നു. മീൻസ് എനിക്ക് ഒരു മിനിമം ഒരു 7 സിനിമ അങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് ബിഗ് മൂവീസ്, പണ്ടത്തെ ബിഗ് മൂവീസ്. അപ്പൊ പിന്നെ എല്ലാ സമയത്തും നമ്മൾ രതി നിർവേദം ചെയ്യാൻ പറ്റില്ല. അതെ ശരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആക്ച്വൽ വേർഷൻ കണ്ടത് എപ്പോഴാ? പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് ഈ മൂവി റിലീസായി 2 ഇയേഴ്സിന് ശേഷം. 2 years because I wanted കേട്ടോ. ആ ക്യൂരിയോസിറ്റി അപ്പൊ ഒട്ടും വന്നില്ല. ഇല്ല ബിക്കോസ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് അപ്പോഴും റിലീസ് ചെയ്യാണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ആ ഒരു ഷൂട്ടിംഗ് ആൾക്കാരുടെ അഭിപ്രായങ്ങളും അതൊക്കെ ആ ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നു ഇന്നും ഞാൻ ആ സിനിമ കുറെ ബിറ്റ്സ് ആൻഡ് പീസസിലാണ് കണ്ടത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ആ ഒരു ഇമോഷൻസ് ഇന്നുണ്ട്. I don't think I would have ever enjoyed other than my Radhi Nirvedam. It's my Radhi Nirvedam. Exactly. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ശ്രീജിത്ത്. ഈ ഒരു കുറേ നല്ല മെമ്മറീസ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റി. ഇപ്പത്തെ ശ്രീജിത്ത് എന്താണെന്ന് നമുക്ക് ശ്വേത ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. എത്രത്തോളം ഇപ്പൊ ശ്രീജിത്ത് മാറി, പപ്പു മാറി എന്നുള്ളൊരു കാര്യം. ഇപ്പൊ പണ്ടല്ല എന്നെ ഹായ് ഒന്നും പറയൂല. ഇപ്പൊ ആണ് ഇപ്പൊ മുമ്പൊന്നും പിന്നും തന്നെയാണ്. പണ്ടെല്ലാം ഭയങ്കര ഇറ്റ് വാസ് ഫൺ. ഐ മീൻ ആസ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് 1 week ഓൺലി. അത് കഴിഞ്ഞ് പിന്നെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ നമ്മളെ ഫസ്റ്റ് ടൈം ഒരിടത്ത് ചിലപ്പോൾ ഡിസിപ്ലിനും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ശ്വേതനെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ശ്വേത മാം എന്ന് വിളിച്ചപ്പോൾ ശ്വേതന്റെ അടുത്ത് പറഞ്ഞു മാം എന്നെ മാം ഒന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ എന്റെ അടുത്ത്. അപ്പൊ നമ്മളൊരു പുതിയ സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുന്നു. അപ്പൊ അതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, TK രാജീവ് സാർ അങ്ങനെ എല്ലാരും ഉള്ളപ്പോ മാം എന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിക്കൂ. നമ്മള് രതി നിർവേദം രതി ചേച്ചിയും പപ്പും കൂടെ ചെയ്യുമ്പോ അവിടെ ആ ഒരു ഡിസ്റ്റൻസ് ശരിക്കും വരും. അപ്പൊ ഞാൻ മാമിന് ഉമ്മ വെക്കാൻ പോകും. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തിരുന്ന ശ്വേതയാണ്. അപ്പൊ എല്ലാം നമ്മളെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ നിർത്തി എന്നെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് എന്നെ കംഫർട്ട് ഒക്കെ ചെയ്യുന്ന മെയിൻ ആള് ശ്വേതയാണ്. എല്ലാം ചെയ്യാൻ ഞാൻ വേറെ ഒരു വെരി ഫണ്ണി, ഐ എം ഷുവർ ഹി ഡസന്റ് റിമെമ്പർ, പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ മൂപ്പർക്ക് ഓർമ്മ വരും. നമ്മുടെ ക്ലൈമാക്സ് അമ്മ സംഘടന ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമാധ്യമങ്ങളുടെ നിരത്തിലാണ്, മാധ്യമത്തിന്റെ മുന്നിൽ തന്നെയാണ് ശ്വേതാ മേനോൻ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് മാറിയത്. എന്നാൽ അതിന് പിന്നാലെ ശ്വേതാ മേനോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താൻ രാജിവെച്ചിട്ടില്ലെന്നും താൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്നും അഡോ കമ്മിറ്റിക്ക് ഈ നയിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത് ശരിക്കും കണ്ട് ബാക്കി എല്ലാവരുമാണ് ഞെട്ടിയത്. കാരണം ശ്വേതയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര് രാജിവെച്ചിരുന്നു, മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ശരിക്കും ശ്വേതാ മേനോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചിട്ടില്ല, ഇതെന്റെ രാജിയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ വരെ ഇവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ BJP ഓഫീസ് ഉദ്ഘാടനത്തിന് ദേവനും ശ്വേതാ മേനോനും ഒന്നിച്ചെത്തുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ഈ വീഡിയോ വൈറലാകുന്ന സാഹചര്യത്തിൽ അതിൽ അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ദേവൻ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്വേതാ മേനോൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകയാണ്.
അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാൻ അത്രയ്ക്കൊന്നും ശ്വേതാ മേനോൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ആദ്യത്തെ ആവേശത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടി നിന്നപ്പോൾ ശ്വേതാ മേനോൻ ഇതിൽ നിന്നും രാജിവെക്കുകയാണ്, എനിക്കിനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും രാജിവെച്ചു. മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന പേരിലാണ് രാജിക്കത്ത് കൊടുത്തത്. ഔദ്യോഗികമായി തന്നെയാണ് ഇവരെല്ലാവരും രാജിവെച്ചത്. എന്നാൽ ശ്വേതാ മേനോൻ ആണെങ്കിൽ രാജിവെച്ചത് ഔദ്യോഗികമായിട്ടല്ല, ഈ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ രാജിയല്ല എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. അതേസമയം താരസംഘടനയായ അമ്മ പിരിച്ചുവിടണമെന്ന ജി സുധാകരന്റെ ആവശ്യത്തിനെതിരെയും നടൻ ദേവൻ സംസാരിച്ചു. അറിവില്ലായ്മ കൊണ്ടാണ് സുധാകരൻ അങ്ങനെ പറയുന്നതെന്നും സംഘടനയെക്കുറിച്ച് പഠിച്ചിട്ട് അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്മ എന്ന സംഘടന പിരിച്ചുവിടണമെന്ന് പറയുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെയും കണ്ടു. ജി സുധാകരനെ പോലെയുള്ള ആൾക്കാരെ. അദ്ദേഹം അമ്മ സംഘടന എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് ഒരുപാട് അവശ്യ കലാകാരന്മാരുടെ അത്താണിയാണ്. എല്ലാ മാസവും 1-ാം തീയതി അമ്മയിൽ നിന്നും വരുന്ന മെഡിക്കൽ കിറ്റും 5000 രൂപയുടെ ചെക്കും കാത്തിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. അമ്മയെ പിരിച്ചുവിടണമെന്ന് പറയുന്ന സുഹൃത്തുക്കളായ രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും പറയുകയാണ്, നിങ്ങൾ ശരിക്കും അമ്മയെ പഠിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ എന്നാണ് ദേവൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത കാര്യങ്ങളാണ് അമ്മ സംഘടനയിൽ നടക്കുന്നതെന്നും സമൂഹത്തിൽ യാതൊരു സ്വാധീനവും സംഘടന ചെലുത്തുന്നില്ല എന്നുമായിരുന്നു ജി സുധാകരൻ പറഞ്ഞത്. മോഹൻലാലും മമ്മൂട്ടിയും ഇടപെട്ട് സംഘടന പിരിച്ചുവിടണമെന്നും സംഘടനയുടെ ഒരു ആവശ്യവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. അമ്മയിൽ നിന്നും രമേശ് പിഷാരടി പിന്മാറിയത് ഒരു വലിയ വാർത്തയായിരുന്നു. കാരണം എല്ലാവരും രാജിവെക്കുന്ന സമയത്ത് രമേശ് പിഷാരടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി, ഒരു MLA കൂടിയാണ് അദ്ദേഹം. എല്ലാവരെയും ഫോൺ വിളിച്ച് എല്ലാവരോടും അതൊരു രമ്യതയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഇതിനിടയ്ക്ക് ശ്വേതാ മേനോനെ വിളിച്ച ഫോൺ കോള് ശ്വേതാ മേനോൻ ചോർത്തി. ആ ഫോൺ കോളിലെ ഇവരുടെ സംഭാഷണം വൈറലായി. അത് പിഷാരടിക്ക് വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതോടെ താൻ ഇനി വരില്ല, താൻ രാജിവെക്കുകയാണെന്നും ഇത് രാജിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് താൻ വരില്ല എന്നും ശ്വേതാ മേനോനെ കുത്തിക്കൊണ്ട് തന്നെ പിഷാരടി പറയുകയും ചെയ്തിരുന്നു.